അപ്പൊ തുടങ്ങാം. ആരിഫ് ഹുസൈൻ അല്ലേ? ആരാണ്? ഞങ്ങള് ഇസ്ലാമിക നിരീശ്വരവാദത്തിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുന്ന വിദ്യാർത്ഥികള്. മുസ്ലിങ്ങള് വിശ്വാസിയാണോ? അതാണ് ഡൗട്ട് അറിയാനോ. മുസ്ലിമാണോ? അത് പറയാൻ താങ്കൾ അറിയേണ്ട കാര്യമില്ല. വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. എങ്ങനെ മനസ്സിലായില്ല? അത് താങ്കൾ അറിയേണ്ട കാര്യമില്ല. എനിക്കറിയേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ ഫോൺ വെച്ചോ. ഒരു നിരീശ്വരവാദത്തിനെ കുറിച്ചുള്ള ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാണ്. അപ്പൊ പറഞ്ഞു തരിക. നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ പറയൂ. മുസ്ലിങ്ങൾക്ക് മാത്രം മറുപടി കൊടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് കോയ കോളിങ്ങിന്റെ നമ്പർ അല്ലേ? കോയാണോ നിങ്ങള്? എന്നാ ശരി, ഞങ്ങൾ കോയകളാണ്. എന്നാ ഞങ്ങൾ കോയകളാണ്. കോയകളാണ്. ഇനി കോയ പറയും. കോയകൾ പറയും. എന്താണ് പ്രശ്നം? നിങ്ങളൊരു വീഡിയോ പറയുന്നതായിട്ട് മുസ്ലിങ്ങളെ പേ പിടിച്ച പട്ടികൾ എന്താ ബാക്കി മതങ്ങളെ കുറിച്ച് അങ്ങനെ പറയാതിരുന്നേ? മുസ്ലിങ്ങൾ ആണെന്നാണ് പറഞ്ഞത്? ഇസ്ലാം ആണെന്നാണ് പറഞ്ഞത്? ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം. അതെ, ബാക്കി മതങ്ങളെ കുറിച്ച് അങ്ങനെ അവര് പേ പിടിച്ച പട്ടികളാണെന്ന് പറയായിരുന്നു. മുസ്ലിം എന്നാണോ ഞാൻ പറഞ്ഞത്? ഇസ്ലാം എന്നാണോ പറഞ്ഞത്? ഇസ്ലാമിനെ കുറിച്ച്. ഇസ്ലാം ഒരു പേ പിടിച്ച പട്ടിയാണെന്നാണോ പറഞ്ഞത് ഞാൻ? അങ്ങനെ തന്നെ പറഞ്ഞു. അതോ മുസ്ലിം എന്നാണോ പറഞ്ഞത്? ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോ ഇസ്ലാമാണോ പേ പിടിച്ച പട്ടി, അതോ മുസ്ലിം ആണോ? ഇസ്ലാം എന്ന് പറയുന്ന ആശയം. അങ്ങനെ പറയും. ഓക്കെ. ചെറുപ്പം പോലെ ശീലിച്ചു പോയോണ്ട് പെട്ടെന്ന് മാറ്റാനും പറ്റുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്ന ആശയം ഒരു പേ പിടിച്ച പട്ടി തന്നെയാണ്, ഒരു സംശയമില്ല. ബാക്കിയുള്ള മതങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ അവരോട് പേ പിടിച്ച പട്ടിയാണെന്ന് പറയായിരുന്നു? പേ പിടിക്കാത്തോണ്ട്. എന്താ ഇപ്പം നിങ്ങൾ വേറൊരു വീഡിയോ പറഞ്ഞില്ലേ, സൂറത്തുൽ മാഇദ 33-ാമത്തെ ആയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താ പറയാ, മുസ്ലിങ്ങള് എന്താ പറയാ ഇസ്ലാം നബിക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കയ്യും കാലും വെട്ടാനൊക്കെ പറയുന്നുണ്ട്. പറയണ്ടല്ലോ. അപ്പോ അതേപോലെ ഹിന്ദുക്കളുടെ ഒരു എന്താ പറയാ യജുർവേദത്തില് അവര് പറയുന്നുണ്ടല്ലോ, നീ പശുവിന്റെ പാലെടുക്കുന്നവരുടെ എന്താ പറയാ ലിംഗം ഇതാക്കി കളയണം, അവരുടെ കൈകാലുകൾ വെട്ടണം എന്നൊക്കെ. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്നിട്ട് അതൊന്ന് നടപ്പിലാക്കണ്ടോ? കുട്ടികളല്ലേ അതിപ്പോ നടപ്പിലാക്കണ്ടോ? അതിപ്പോ നടപ്പിലാക്കുന്നുണ്ടോ? ഉത്തരേന്ത്യയിലൊക്കെ പശുവിനെ കൊണ്ടുപോയി എന്നുള്ള പേരിൽ എത്ര ആൾക്കാരുടെ കൈ വെട്ടുന്നുണ്ട്. കൈയല്ല, ജീവൻ തന്നെ എടുക്കുന്നുണ്ട്. അതെ, അത് മതത്തിന്റെ പേരിലാണോ അതോ ഹെയ്റ്റ് ക്രൈം ആണോ? അത് മതത്തിന്റെ പേരിലാണ്. മതത്തിന്റെ പേരിലാണ്. അതെപ്പോ ആരൊക്കെ ഉണ്ട് ആണോ എന്നാ കണ്ടില്ല. അപ്പൊ നമ്മൾ കേരളത്തിലെ ഹിന്ദുക്കൾ എന്താ അത് ചെയ്യാത്ത? കേരളത്തിലെ ഹിന്ദുക്കൾ എന്താ അത് ചെയ്യാത്ത? കേരളത്തിലെ ഹിന്ദുക്കളുടെ കാര്യമല്ലോ, ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ കാര്യമല്ലോ. കേരളത്തിൽ മാത്രമേ ഹിന്ദുക്കളുള്ളൂ. കേരളത്തിലെ ഹിന്ദുക്കൾ എന്തുകൊണ്ട് നമ്മൾ ബീഫ് ഇറച്ചി തിന്നുന്നു? ഇന്ത്യവറിനെ ആക്രമിച്ചപ്പോ അത് മുസ്ലിങ്ങളെ മൊത്തം പേരിൽ ചർച്ച ചെയ്യും. ഇപ്പം എന്താ പറയുക, യു.പിയില് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പശുവിനെ കൊണ്ടുപോയി എന്നുള്ള പേരില് ഒരു മുസ്ലിമിനെ വിട്ടു വന്നാല് അതെന്താക്കി അത് ആ നാട്ടിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണല്ലോ തെറ്റാണ്. ട്വിൻ ടവർ ആക്രമിച്ചപ്പോ അത് മുസ്ലിങ്ങളുടെ മേത്തല്ല നമ്മൾ അത് ചാർത്തുന്നത്, അത് ഇസ്ലാമിന്റെ മേത്താണ്. അതെന്തുകൊണ്ടാ? അത് ഇസ്ലാമിക തീവ്രവാദമായതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യം മുസ്ലിം കേൾക്ക് ഓക്കെ, പറയുന്നത് കേൾക്ക്. നിങ്ങളിപ്പോ പറയണൊക്കെ ഞാൻ കേട്ടില്ലേ? എന്താ ഉറക്കം വരുന്നു. അപ്പോ ഇസ്ലാമും മുസ്ലിമും എന്ന് പറയുന്നതിന്റെ വ്യത്യാസം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മതവിശ്വാസികളാണ്. ഓക്കെ. ഇസ്ലാം എന്ന് പറയുന്നത് ആശയമാണ്. ഇസ്ലാമിക കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങള് ഇസ്ലാം എന്ന് പറയുന്നത് മുഴുവൻ കേൾക്ക്. നിങ്ങൾ രണ്ടുപേര് കൂടി ഇതേപോലെ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇസ്ലാമിക ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദ് പ്രവർത്തനം നടത്തുമ്പോൾ അത് ഇസ്ലാമിന്റെ തലയിൽ തന്നെയാണ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ പേ പിടിച്ച പട്ടിയെന്ന് ഞാൻ വിളിക്കും. അതിനെ നിങ്ങൾ മുസ്ലിങ്ങളുടെ മേത്തേക്കാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ അത് അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല. ഇനി ഹിന്ദുക്കൾ മുഴുവൻ കേക്ക്. ഹിന്ദുക്കൾ ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് യജുർവേദത്തിലെ വാക്യം എടുത്തു വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനായാൽ പോലും
അത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും കളയുന്നു എന്ന് മാത്രമല്ല, അതിനെ ഹിന്ദു മതത്തിന്റെ പേരിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതവിടെ ചെയ്യുന്നത് പോലും. ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു ജിഹാദി പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. ഇനി അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ അത് തള്ളിക്കളയുന്ന ആളുകളാണ് ഇവിടെ കൂടുതൽ. എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരുന്നതിനെ നിങ്ങളടക്കം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതാണ് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ അതിനെ വെളുപ്പിച്ച് കളയും. 5:33 എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട നിയമമാണ്. അതിന്റെ പേരിലാണ് അവിടെ ഹിജാബ് ഇടാത്ത പെൺകുട്ടികളെ അവിടെ കൊല്ലുന്നത്, അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടിമാറ്റുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി പഠിക്കൂ. ജോസഫ് മാഷയുടെ കൈ നിങ്ങൾ കേൾക്കൂ. മുഴുവൻ പറയട്ടെ. മുഴുവൻ പറയുന്നത് കേൾക്കൂ. ജോസഫ് മാഷയുടെ കൈ വിപരീത ദിശയിൽ നിന്നും വെട്ടിമാറ്റിയത് ഇത് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ പോയി പഠിക്കാം. ഓക്കെ, ശരി. ഇസ്ലാം മേടിച്ച ഒട്ടി ഹിന്ദു ആദർശങ്ങൾ പറയുന്നൊക്കെ ശരി. ഹിന്ദു ആദർശം പറയുന്നത് ശരിയാന്ന് എവിടെ ഞാൻ പറഞ്ഞത്? ഇസ്ലാമിൽ പ്രശ്നം പറയുമ്പോൾ നിങ്ങൾ അത് വെളുപ്പിക്കാൻ വേണ്ടി നോക്കണം. എന്തിനാ പിന്നെ താങ്കൾ എന്തുകൊണ്ട് ഹിന്ദു മതത്തിന് പേര് പിടിച്ച പട്ടി എന്ന് പറഞ്ഞില്ല? ഇസ്ലാം മാത്രം പേര് പിടിച്ച പട്ടി. നിലവിൽ പേര് പിടിച്ച പട്ടി ഇസ്ലാമാണ്, ഒരു സംശയമില്ല. അപ്പൊ ഹിന്ദു മതം ചെയ്യുന്ന കൊലപാതകം താൻ ന്യായീകരിക്കുക. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇസ്ലാമിന്റെ പേ പിടിച്ച പേപ്പട്ടിത്തരം ഞാൻ പറയാം. നിങ്ങൾ ഇസ്ലാമിന്റെ അല്ല ഹിന്ദു മതത്തിന്റെ വെക്ക്. ആ മത്സരത്തിന് നിങ്ങളുണ്ടോ? ഞങ്ങള് വിദ്യാർത്ഥികളാണ്. നമുക്കൊരു മത്സരം നടത്തിക്കളയാം. ഞാൻ ഇസ്ലാം ഉണ്ടാക്കിയ പ്രശ്നം ഒരെണ്ണം പറയും, അപ്പൊ നിങ്ങൾ ഹിന്ദുമതം ഉണ്ടാക്കിയ പ്രശ്നം ഒരെണ്ണം പറയാം. നമുക്കൊരു മത്സരം കളിച്ചളയാം. എന്ത് പറയുന്നു? ഓക്കെ. എന്നാ ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. അതിന്റെ ഒരു കുറവ് മാത്രമേ അതൊക്കെ അതൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾ കോയയാണ്, നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ വിഷയം ഞാൻ പറയാം. ജോസഫ് മാഷ കൈവെട്ടി 5:33. ഇനി നിങ്ങൾ ഹിന്ദു മതത്തിൽ ഒരു വിഷയം പറയും. അപ്പൊ താങ്കൾ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചു. നിങ്ങൾ വിഷയം പറയും. ബാക്കിയൊക്കെ നിങ്ങൾ വിഷയം പറയും. പേ പിടിച്ച എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഞങ്ങൾ ചോദിച്ചു. നിങ്ങൾ വിഷയം പറയും. ഹിന്ദുമതം വെട്ടിയതിന്റെ കഥ ഓക്കെയാണ്. അപ്പൊ ഒരു കാര്യം ഓക്കെ, നിങ്ങൾ ഹിന്ദുമതം വെട്ടിയതിന്റെ കഥ പറയും. അതെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത? എന്ത്? നിങ്ങൾ ഹിന്ദുമതത്തിലെ വിഷയം പറയും. ഹിന്ദുമതം ഉണ്ടാക്കി കുഴപ്പത്തിന്റെ ഒരെണ്ണം പറയും. ഹിന്ദുമതം ഉണ്ടാക്കിയ കുഴപ്പങ്ങളെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറഞ്ഞു. നമ്മളൊരു മത്സരം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പിന്മാറരുത്. ഞാൻ പറഞ്ഞു ജോസഫ് മാഷ കൈവെട്ടി 5:33 ഒരു വിഷയം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളൊരു വിഷയം പറയും ഹിന്ദുമതത്തിലെ. നിങ്ങൾ തന്നെയല്ലേ സംബന്ധിച്ചത് മത്സരത്തിന്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് എങ്ങനെ 5:33 വിഷയത്തിലാകും? അത് പോയി വായിച്ചു നോക്ക്. കിതാബ് എടുത്ത് വായിച്ചു നോക്ക്. കണ്ടിട്ടില്ലേ? താങ്കൾ പറഞ്ഞതിന് താങ്കളാണ് തെളിവ് പറയേണ്ടത്. നിങ്ങൾ പോയി വായിച്ചു നോക്ക്. 5:33 ഞാൻ തെളിവ് പറഞ്ഞില്ല. എന്താ എടുത്ത് വായിച്ചു നോക്കി കൂടെ? 5:33 ആയിത്തോളൂ. വെറുതെ കയ്യിൽ കിതാബില്ലേ? ആയിത്തോളൂ. ഞങ്ങളുടെ കയ്യിൽ കിതാബില്ല. പറയൂ. കിതാബിൽ നീ പോയി നോക്ക്. എന്നാ സൗകര്യമുള്ളപ്പോ വിളിക്കേട്ടാ. ശരി. അങ്ങനെയൊക്കെ വഴിയില്ല. ഇതിനാണ് കോടമ്പത്ത് കിടന്ന് അണലിയെടുത്ത് കോത്തായത്തിൽ വെച്ചെന്ന് പറയും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.